I'm going to talk about just an embrace. ഞാൻ ഇന്ന് നിങ്ങളോട് ഒരൊറ്റ ആലിംഗനം എന്ന കാര്യമാണ് പ്രസംഗിക്കാൻ പോകുന്നത്. Many years back, not many years, 2 years or 3 years back, I just finished one Blessing Today festival somewhere in Koilon district. ഞാൻ കൊല്ലം ജില്ലയുടെ ഭാഗത്ത് ഒരു ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ 2 വർഷങ്ങൾക്ക് മുൻപ് തീർന്ന സമയത്ത് I was just getting into the car. ഞാൻ എൻ്റെ കാറിലേക്ക് കയറുകയായിരുന്നു. A thinny skinny girl dashed to me. ഒരു മെലിഞ്ഞ പെൺകുട്ടി വേഗത്തിൽ എൻ്റെ അടുക്കലേക്ക് വന്നു. And she cried out, "Uncle, would you give me a hug?" അവൾ ഉറക്കെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, "അങ്കിൾ, എന്നെ ഒന്ന് ആലിംഗനം ചെയ്യാമോ, കെട്ടിപ്പിടിക്കാമോ?" I hugged her. ഞാൻ അവളെ ഹഗ് ചെയ്തു. She cried. അവൾ കരയാനിടയായി. Later I understood that she had lost her father. പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ആ പെൺകുട്ടിക്ക് അവളുടെ അപ്പനെ നഷ്ടപ്പെട്ടിരുന്നു. She was a fatherless child. അവൾ അനാഥയായ അല്ലെങ്കിൽ അപ്പനില്ലാത്ത ഒരു കുട്ടിയായിരുന്നു. She wanted a father to hug her. ഒരു പിതാവിന്റെ സ്ഥാനത്ത് നിന്ന് അവളെ ആലിംഗനം ചെയ്യുവാൻ അവൾ ആഗ്രഹിച്ചു. And I hugged her. ഞാൻ അവളെ ആലിംഗനം ചെയ്തു. She cried. അവൾ കരഞ്ഞു. Even after these years I still remember that moment. ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞെങ്കിലും ആ ഒരു നിമിഷം ഞാൻ ഓർക്കുകയാണ്. Maybe you have heard about a young man and his name is Nick Vujicic. നിക് വുജിസിക് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ കുറിച്ച് നിങ്ങൾ കേട്ട് കാണും. You can see him on the screen. He has no hands, no legs. നിങ്ങൾക്ക് സ്ക്രീനിൽ അദ്ദേഹത്തെ കാണാൻ കഴിയും. അദ്ദേഹത്തിന് കാലുകളുമില്ല, കൈകളുമില്ല. No hands, no legs. തനിക്ക് കൈകളും കാലുകളുമില്ല. He is living a life without limbs. തനിക്ക് കൈകാലുകളില്ലാത്തൊരു ജീവിതമാണ് താൻ നയിക്കുന്നത്. I have mentioned about his life in Winners Factory. വിന്നേഴ്സ് ഫാക്ടറി എന്ന പുസ്തകത്തിൽ ഇദ്ദേഹത്തിന്റെ ജീവിതം ഞാൻ പരാമർശിച്ചിട്ടുണ്ട്. And he speaks in conferences in colleges and universities. കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലും കോൺഫറൻസുകളിലൊക്കെ സംസാരിക്കുന്ന ഒരു പ്രഭാഷകനാണ് ഇദ്ദേഹം. After his talk, അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിന് ശേഷം thousands of people come to him and they give him a hug. ആ പ്രഭാഷണത്തിന് ശേഷം ആയിരക്കണക്കിന് ആളുകളാണ് അദ്ദേഹത്തിന്റെ അടുക്കൽ വന്ന് അദ്ദേഹത്തെ ആലിംഗനം ചെയ്യുന്നത്. And he calls himself a handless hugging machine. കരങ്ങളില്ലാത്ത കെട്ടിപ്പിടിക്കുന്ന ഒരു യന്ത്രമായിട്ടാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. When people hug, they burst into tears. ആളുകൾ അദ്ദേഹത്തെ കെട്ടിപ്പിടിക്കുമ്പോൾ അവർ പൊട്ടിക്കരയും. They ventilate their grief and sorrow. അവരുടെ ദുഃഖങ്ങളും പ്രയാസങ്ങളും അവർ അതിലൂടെ പുറത്തേക്ക് ഇടുന്നു. So what is happening here? എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? An embrace, a hug has very hug is very powerful. ഒരു ആലിംഗനം എന്നത് ഒന്ന് കെട്ടിപ്പിടിക്കുമ്പോൾ അതിനൊരു ശക്തിയുണ്ട്. A hug means a lot. ഒരു ആലിംഗനം ഒത്തിരി അർത്ഥങ്ങൾ അതിനുണ്ട്. I am talking about healthy positive hug. ഞാൻ ഇവിടെ പറയുന്നത് ആരോഗ്യകരമായ നല്ല രീതിയിലുള്ള ആലിംഗനത്തെ കുറിച്ച്. Researchers, medical people, psychologists, they studied a lot about embracing. അത് ഗവേഷകരും അതുപോലെ മനഃശാസ്ത്രജ്ഞരും എല്ലാം നിരവധി ഈ ആലിംഗനം കെട്ടിപ്പിടിക്കുന്ന ആ കാര്യത്തെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്. I did a small research on this. ഞാൻ ഈ ഒരു കാര്യം ഒന്ന് പഠിക്കാനിടയായി. This is what I understood. എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ ഇതാണ്. Hugging reduces blood pressure. ആലിംഗനം ഒരാളുടെ രക്തസമ്മർദ്ദത്തെ കുറയ്ക്കുന്നു. Hugging can lighten up your stressed out moods. നിങ്ങളുടെ സമ്മർദ്ദങ്ങൾ വിഷമങ്ങളെ കുറയ്ക്കുവാൻ ഒരു ആലിംഗനത്തിന് കഴിയും. Hugging can build trust and a sense of safety. ഒരാളെ ആലിംഗനം ചെയ്യുമ്പോൾ ഒരു പരസ്പര ആശ്രയത്തിന്റെയും സുരക്ഷിതത്വത്തിന്റെയും ബോധം ഉളവാകുന്നു. Hugs can heal feelings of loneliness, isolation and anger. ദുഃഖത്തിന്റെയും ഒറ്റപ്പെടലിന്റെയും ഏകാന്തതയുടെയും വികാരങ്ങളെ ശമിപ്പിക്കുവാൻ ഒരു ആലിംഗനത്തിന് കഴിയും. Hugs can strengthen the immune system. നമ്മുടെ രോഗപ്രതിരോധ ശേഷിയെ വർദ്ധിപ്പിക്കുവാൻ ആലിംഗനത്തിന് കഴിയും. Hugging relaxes muscles. നമ്മുടെ മസിലുകളെ ഒരു ആലിംഗനം എളുപ്പമുള്ളതാക്കുന്നു. Hugs release tension in the body. മാത്രമല്ല നമ്മുടെ ശരീരത്തിലെ ടെൻഷനെ കുറയ്ക്കുവാൻ സഹായിക്കുന്നു. Hugs teach us how to give and also receive. എങ്ങനെയാണ് നൽകേണ്ടതെന്നും എങ്ങനെയാണ് സ്വീകരിക്കേണ്ടതെന്നും ഒരു ആലിംഗനം നമ്മെ പഠിപ്പിക്കുന്നു. Are you listening to me? നിങ്ങൾ എന്നെ കേൾക്കുന്നുണ്ടോ? This is the medical side of it or the physiological side of it. ഇതിന്റെ ശാരീരികമായ അല്ലെങ്കിൽ വൈദ്യശാസ്ത്രപരമായ കാര്യമാണ് ഇപ്പോൾ ഞാൻ പറയുന്നത്. The exchange that takes place between the people hugging is an investment into the relationship they have. രണ്ടുപേർ തമ്മിലുള്ള ആ ആലിംഗനം അവരുടെ തുടർന്നുള്ള ബന്ധത്തിലേക്കുള്ള ചില നിക്ഷേപമാണ്.
And hugging can boost our self-esteem. മാത്രമല്ല സ്വയമൂല്യത്തെ വർദ്ധിപ്പിക്കുന്നതാണ് ഒരു ആലിംഗനം. Especially in the growing age. പ്രത്യേകിച്ച് ആളുകൾ വളർന്നു A വരുന്ന baby is born. ഒരു കുഞ്ഞ് ജനിക്കുന്നു. From the beginning, the parents give the baby a lot of hugs per day. ഓരോ ദിവസവും തന്നെ ആ കുഞ്ഞിന് അവരുടെ മാതാപിതാക്കൾ കെട്ടിപ്പിടിക്കുന്നു, ആലിംഗനം ചെയ്യുന്നു. Are you listening to me? നിങ്ങൾ എന്നെ കേൾക്കുന്നുണ്ടോ? So the younger the child, the more frequent it needs your hugs. നിങ്ങളുടെ കുഞ്ഞ് എത്രത്തോളം പ്രായം കുറഞ്ഞവരാണോ അത്രത്തോളം അവർക്ക് നിങ്ങളുടെ ആലിംഗനം ആവശ്യമാണ്. Because it is an expression of love and affirmation to the baby. നിങ്ങളുടെ കുഞ്ഞിനോടുള്ള സ്നേഹത്തിന്റെയും കരുതലിന്റെയും ഒരു പ്രകടനമാണത്. Now listen to me. എന്നെ കേൾക്കുക. A father's hug is very important in your life. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പിതാവിന്റെ ആലിംഗനം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. Say it again. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പിതാവിന്റെ ആലിംഗനം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. Say it again. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പിതാവിന്റെ ആലിംഗനം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. Hallelujah. Hallelujah. That's why that girl, that skinny, thinny girl, came to me and begged for a hug because there was no father in her life to give a hug. അതുകൊണ്ടാണ് ആ ദിവസം ആ മെലിഞ്ഞിരിക്കുന്ന ആ പെൺകുട്ടി ഓടി വന്ന് അവളുടെ ജീവിതത്തിൽ തൻ്റെ അപ്പൻ്റെ സാന്നിധ്യമില്ലാത്തതുകൊണ്ട്, പിതാവില്ലാത്തതുകൊണ്ട് എൻ്റെ അടുക്കൽ വന്ന് ആ ആലിംഗനം ആവശ്യപ്പെട്ടത്. If you are a father, നിങ്ങളൊരു അപ്പനാണെങ്കിൽ hug your children. നിങ്ങളുടെ മക്കളെ നിങ്ങൾ ആലിംഗനം ചെയ്യണം. Because the father figure's hug is very important. കാരണം പിതാവിന്റെ സ്ഥാനത്ത് നിൽക്കുന്ന ഒരു പിതൃത്വത്തിൽ നിന്നുകൊണ്ടുള്ള ആലിംഗനം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. Say hallelujah. ഒരു ഹല്ലേലൂയ. In Luke chapter 15 we read about three things that were lost and then found. ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ 3 കാര്യങ്ങൾ നഷ്ടപ്പെടുന്നതായിട്ടും ആ 3 കാര്യങ്ങൾ വീണ്ടെടുക്കുന്നതായിട്ടും കണ്ടെത്തുന്നതായിട്ടും കാണുന്നുണ്ട്. A coin was lost. ഒരു നാണയം നഷ്ടപ്പെട്ടു. A sheep was lost. ഒരു ആട് നഷ്ടപ്പെട്ടു. Then a son was lost. ഒരു പുത്രൻ നഷ്ടപ്പെട്ടു. Money was lost. പണം അവിടെ നഷ്ടമായി. An animal was lost. ഒരു മൃഗം അവിടെ നഷ്ടമായി. Then a human being, a son, was lost. ഒരു മനുഷ്യൻ, ഒരു മകൻ നഷ്ടപ്പെടുന്നതും കാണാം. Maybe the most memorable and the most famous and the most fruitful of among all the parables Jesus spoke is the parable of the prodigal son. ഒരു പക്ഷേ നമ്മൾ ഏറ്റവും കൂടുതൽ ഓർത്തിരിക്കുന്നതും ഏറ്റവും നമ്മുടെ ജീവിതത്തിൽ ഫലമുളവാക്കുന്നതും ഏറ്റവും ഫലവത്തായമായ യേശുവിൻ്റെ ഉപമകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ധൂർത്തനായ പുത്രന്റെ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയ മകന്റെ ഉപമ. Even from the Sunday school days, children hear about the parable of the prodigal son. സൺഡേ സ്കൂൾ പ്രായം മുതലേ കുട്ടികൾ നഷ്ടപ്പെട്ടു പോയ മകന്റെ ധൂർത്തപുത്രന്റെ ഉപമ കേൾക്കുന്നു. What is the story? എന്താണ് അതിന്റെ കഥ? The story has 2 parts. ആ കഥയ്ക്ക് 2 ഭാഗങ്ങളാണ് ഉള്ളത്. Part 1, part 2. ഒന്നാം ഭാഗവും രണ്ടാം ഭാഗവും. In part 1, ഒന്നാം ഭാഗത്തിൽ Jesus says a father had 2 sons. യേശു പറയുകയാണ് ഒരു അപ്പന് 2 മക്കളുണ്ടായിരുന്നു. Everybody say a father had 2 sons. ഒന്ന് പറയാമോ? ഒരു അപ്പന് 2 മക്കളുണ്ടായിരുന്നു. Show me your 2 fingers. നിങ്ങളുടെ 2 വിരൽ ഇങ്ങനെ കാണിക്കാമോ? And all people say 2 sons. പറഞ്ഞാലും 2 മക്കൾ. Okay. 2 മക്കൾ. They were not twins. അവർ ഇരട്ടകളായിരുന്നില്ല. One was older, one was younger. ഒരാൾ മൂത്തവനും അടുത്തയാൾ ഇളയവനുമായിരുന്നു. Son 1, son 2. ഒന്നാമത്തെ പുത്രനും രണ്ടാമത്തെ പുത്രനും. Their names are not given there. അവരുടെ പേരുകൾ അവിടെ പരാമർശിക്കുന്നില്ല. Everybody says son 1, son 2. ഒന്നാമത്തെ പുത്രൻ രണ്ടാമത്തെ പുത്രൻ. പറഞ്ഞേ. ഒന്നാമത്തെ പുത്രൻ രണ്ടാമത്തെ പുത്രൻ. ഒന്നുകൂടെ. ഒന്നാമത്തെ മകൻ രണ്ടാമത്തെ മകൻ. In part 1, Jesus is focusing on son 2. ഒന്നാം ഭാഗത്ത് രണ്ടാമത്തെ മകനെയാണ് യേശു ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. Are you listening to me? നിങ്ങൾ എന്നെ കേൾക്കുന്നുണ്ടോ? Son 2 first. രണ്ടാമത്തെ മകനാണ് ആദ്യം ശ്രദ്ധ കൊടുക്കുന്നത്. Part 1. ഒന്നാം ഭാഗത്ത്. Scene 1. ഒന്നാം രംഗത്ത്. Son 2. രണ്ടാമത്തെ മകൻ. എല്ലാം പറഞ്ഞ് രണ്ടാം പുത്രൻ. രണ്ടാം പുത്രൻ. രണ്ടാമത്തെ മകൻ. That is a story. The second son comes to the father and says, Father, I want my share. Give me now.
രണ്ടാമത്തെ മകൻ അപ്പന്റെ അടുക്കൽ വന്നിട്ട് പറയാണ്, അപ്പ എന്റെ ഓഹരി എനിക്ക് വേണം, എനിക്കുള്ളത് ഇപ്പോൾ തരിക. In those days, the dividing of the share happened only after the father died. അന്നത്തെ കാലഘട്ടത്തിൽ പിതാവിന്റെ മരണശേഷം മാത്രമേ സ്വത്ത് പങ്കിടൽ നടക്കുകയുള്ളൂ. So, if a son is coming and asking the father, give me my share, that means, Dad, you are dead, you are buried, I want my portion. അതുകൊണ്ട് ആ പശ്ചാത്തലത്തിൽ ഒരു മകൻ വന്ന് അപ്പന്റെ അടുക്കൽ വന്ന് എന്റെ സ്വത്തിന്റെ പങ്ക് തരിക എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം ഇതാണ്, അപ്പ നീ മരിച്ചുപോയി, നീ ഇനിയില്ല, എന്റെ പങ്ക് എനിക്ക് തന്നിരിക്കും. എന്റെ അപ്പൻ ചത്തു ജീവിച്ചിരിക്കുമ്പോൾ തന്നെ എന്റെ കാശ് താ, എനിക്കുള്ളത് താ. That is the meaning. Now, without any resistance, the father gave him his portion. യാതൊരു പ്രതിഷേധവും കൂടാതെ തന്നെ അപ്പൻ തന്റെ അവനുള്ള ഓഹരി കൊടുത്തു. And how did he handle the portion, the share he got? എന്നാൽ തനിക്ക് കിട്ടിയ ആ പങ്ക് താൻ എങ്ങനെയാണ് കൈകാര്യം ചെയ്തത്? Usually when people get some share, they invest into some company. സാധാരണഗതിയിൽ ആളുകൾക്ക് അവരുടെ ഓഹരി കിട്ടുമ്പോൾ അവരൊരു കമ്പനിയിലേക്കൊക്കെ അവർ നിക്ഷേപിക്കും. Some people invest into some real estate. ചില ആളുകൾ സ്ഥലമിടപാടുകളിലേക്ക് നിക്ഷേപിക്കും. Or they may build their own house. അല്ലെങ്കിൽ സ്വന്തമായ ഒരു വീട് പണിയും. But this guy, എന്നാൽ ഇയാൾ encashed everything and went to another country. ഇതെല്ലാം പണമാക്കി മറ്റൊരു രാജ്യത്തേക്ക് യാത്ര തിരിച്ചു. What was his intention? അവന്റെ ഉദ്ദേശം എന്തായിരുന്നു? He did not want to set up his life, but he wanted to squander his money and enjoy his life. താൻ തന്റെ പണം നല്ല രീതിയിലല്ല, അത് ധൂർത്തടിച്ച് അതിനെ ധൂർത്താക്കി കളയുക, പാഴാക്കി കളയാൻ താൻ തീരുമാനിച്ചു. Are you listening to me? നിങ്ങൾ എന്നെ കേൾക്കുന്നു? So within no time he lost all his money. He wasted all his money. നിസാര സമയത്തിനുള്ളിൽ തന്നെ തന്റെ സകല പണവും തന്റെ പക്കൽ തീർന്നു പോയി, ധൂർത്തടിച്ച് കളഞ്ഞു. Now then he wanted to have a job. ഇപ്പോൾ തനിക്കൊരു തൊഴിൽ വേണം. But the Bible says nobody gave him a job. വചനത്തിൽ പറയുന്നു ആരും അവന് ജോലി നൽകിയില്ല. He became an unemployed young man. അവൻ തൊഴിലില്ലാത്ത ഒരു ചെറുപ്പക്കാരനായി തുടർന്നു. A jobless young chap. അതാ ജോലിയില്ലാത്ത, തൊഴിലില്ലാത്ത ഒരു ചെറുപ്പക്കാരൻ. Finally somebody gave him a job in a pig farm. എന്നാൽ ആരോ ഒരാൾ ഒരു പന്നികളുടെ ഫാമിൽ അവന് ജോലി കൊടുത്തു. You know the story. നിങ്ങൾക്ക് ആ കഥ അറിയാം. There he was living his life with pigs. അവൻ ഇതാ പന്നിക്കൂട്ടത്തിന്റെ ഇടയിൽ തന്റെ ജീവിതം നയിക്കുകയാണ്. He became one among the pigs. പന്നികളിൽ ഒരാളായി താൻ മാറി. In other words, he is living a pig-style life. അല്ലെങ്കിൽ മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ പന്നികളുടെ പോലുള്ള ഒരു ജീവിതമായി തന്റെ ജീവിതം മാറി. In his father's house he was a son. തന്റെ അപ്പന്റെ ഭവനത്തിൽ താനൊരു പുത്രനായിരുന്നു. He had many servants serving him. തന്റെ കീഴിൽ അനേക വേലക്കാർ, Now ജോലിക്കാരുണ്ടായിരുന്നു. he is serving an employer. ഇതാ താൻ ഒരു തൊഴിലുടമയെ ഇപ്പോൾ സേവിക്കുന്ന സേവകനാണ്. His food was the food of pigs. തന്റെ ഭക്ഷണം എന്നത് പന്നി കഴിക്കുന്ന അതേ ഭക്ഷണമാണ്. He was completely degenerated in his life. തന്റെ ജീവിതത്തിൽ ഏറ്റവും തരംതാഴ്ന്ന അവസ്ഥയിലേക്ക് താൻ മാറ്റപ്പെട്ടു. Now listen to me. എന്നെ കേൾക്കുക. In this story, the father is our heavenly father. ഈ കഥയിൽ പറയുന്ന അപ്പൻ നമ്മുടെ സ്വർഗത്തിലെ അപ്പനാണ്. ഒന്നുകൂടെ. ഈ കഥയിലെ അപ്പൻ നമ്മുടെ സ്വർഗത്തിലെ അപ്പനാണ്. And son too, we were in the place of son too. രണ്ടാമത്തെ മകൻ എന്ന് പറയുന്നത്, ഇളയ മകൻ എന്ന് പറയുന്നത്, അത് നമ്മൾ തന്നെയാണ് ആ സ്ഥാനത്ത്. We wanted to go away from the father. നാം അപ്പന്റെ അടുക്കൽ നിന്ന് നമ്മൾ ഓടിപ്പോകാൻ ആഗ്രഹിച്ചു. We didn't want his fellowship. അവന്റെ കൂട്ടായ്മ നമുക്ക് വേണ്ടായിരുന്നു. We didn't want his house. അവന്റെ ഭവനം നമുക്ക് വേണ്ടായിരുന്നു. We wanted to be independent. നമുക്ക് സ്വതന്ത്രമായി ജീവിക്കാനുള്ള അഭിവാഞ്ഛ ഉണ്ടായി. Now when you move away from the father, everything in your life dies out. നിങ്ങൾ അപ്പനിൽ നിന്നും അപ്പന്റെ ഭവനത്തിൽ നിന്നും എപ്പോൾ മാറിപ്പോകുന്നുവോ നിങ്ങളുടെ ജീവിതത്തിൽ സകലതും മരിക്കുവാൻ ആരംഭിക്കുന്നു. This is what I understood. ഞാൻ മനസ്സിലാക്കിയത് ഇപ്രകാരമാണ്. The reason for all human problems is the distance from the father. സകല മനുഷ്യരുടെയും പ്രശ്നങ്ങൾക്ക് കാരണമെന്നത് അപ്പന്റെ ഭവനത്തിൽ നിന്നുള്ള അകലമാണ്. ഒന്നുകൂടെ. സകല മനുഷ്യരുടെയും പ്രശ്നത്തിന്റെ അടിസ്ഥാന കാരണം എന്നത് അപ്പന്റെ വീട്ടിൽ നിന്നുള്ള അവരുടെ അകലമാണ്. അടുത്തിരിക്കുന്ന ആളെ വിളിച്ചിട്ട് പറയുക, പിതാവിൽ നിന്നുള്ള അകലമാണ് നിങ്ങളുടെ പ്രശ്നങ്ങളുടെ കാരണം. പിതാവിൽ നിന്നുള്ള അകലമാണ് നിങ്ങളുടെ പ്രശ്നത്തിന് കാരണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിതാവുമായി എത്ര അകലം പാലിക്കുന്നോ അത്രയും പ്രശ്നങ്ങൾ കൂടിക്കൊണ്ടിരിക്കും.
പിതാവുമായി എത്ര അടുത്തു വരുമോ, എത്രത്തോളം ഒരുമിച്ച് ജീവിക്കുമോ അത്രയും പ്രശ്നം കുറഞ്ഞിരിക്കും. വലിയ പ്രതികരണമൊന്നും കിട്ടിയില്ല, അതുകൊണ്ട് വീണ്ടും ഞാൻ പ്രസംഗിക്കുന്നതാണ്. പിതാവിൽ നിന്ന് അകലും തോറും എന്ത് സംഭവിക്കും? പ്രശ്നങ്ങൾ കൂടും. പിതാവിന്റെ ഭവനത്തിലേക്ക് തിരിച്ചു വന്നാൽ പ്രശ്നങ്ങൾ അപ്രത്യക്ഷമാകും. This is very simple. ഇത് വളരെ ലളിതമായ കാര്യമാണ്. Anyway, he came to his senses. അവൻ സുബോധത്തിലേക്ക് വന്നു. And he decided one thing. അവൻ ഒരു കാര്യം നിശ്ചയിച്ചു. I'm going back. ഞാൻ മടങ്ങി പോകും. Hey, I'm going back. ഞാൻ മടങ്ങി പോകാൻ പോകുന്നു. He repented. അവൻ മാനസാന്തരപ്പെട്ടു. And he wanted to return. അവൻ തന്റെ വീട്ടിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചു. And he came back to his father. തന്റെ അപ്പന്റെ അടുക്കിലേക്ക് അവൻ മടങ്ങി വന്നു. Because he wanted to have that reconnection. തനിക്ക് അപ്പനുമായിട്ടുള്ള വീണ്ടുമുള്ള ബന്ധം താൻ ആഗ്രഹിച്ചു. Everybody say reconnection. പുനഃസ്ഥാപനം അല്ലെങ്കിൽ വീണ്ടുമുള്ള ബന്ധം. ഒന്നുകൂടി പറഞ്ഞേ, റീകണക്ഷൻ. പുനഃസ്ഥാപനം ഇംഗ്ലീഷിൽ പറഞ്ഞോ? റീകണക്ഷൻ. Reconnection. Meaning once there was a connection, it was disconnected. Now I am reconnected. അതിനർത്ഥം ഇതാണ്, ഒരിക്കൽ ബന്ധം ഉണ്ടായിരുന്നു, എന്നാൽ ആ ബന്ധം വിച്ഛേദിക്കപ്പെട്ടു, എന്നാൽ ഞങ്ങൾ വീണ്ടും റീകണക്ട് ചെയ്യുകയാണ്. Hallelujah. Hallelujah. As long as a wire is disconnected, there will be no power supply. എത്രത്തോളം കാലം ഒരു വയർ ഡിസ്കണക്ട് ആയി കിടക്കുന്നുവോ ഒരിക്കലും വിദ്യുച്ഛക്തി അതിലൂടെ പ്രവഹിക്കുകയില്ല. But when it is reconnected, the power will flow. എന്നാൽ ആ വയർ കഷ്ണം വീണ്ടും റീകണക്ട് ചെയ്യുമ്പോൾ അതിലൂടെ ശക്തി പ്രവഹിക്കും. Today in your life this is going to happen. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഇതാണ് നടക്കാൻ പോകുന്നത്. When you are reconnected to your heavenly Father, the whole supply will flow. നിങ്ങൾ നിങ്ങളുടെ സ്വർഗ്ഗത്തിലെ അപ്പനോട് റീകണക്ട് ചെയ്യപ്പെടുമ്പോൾ അവന്റെ മുഴുവൻ ശക്തിയും നിങ്ങളിലേക്ക് പകരപ്പെടും. Hallelujah. Hallelujah. Now when he was coming back, അവൻ മടങ്ങി വരുമ്പോൾ the father saw his son coming back from afar. അപ്പൻ ദൂരെ നിന്ന് തന്നെ തന്റെ മകൻ മടങ്ങി വരുന്നത് കണ്ടു. The Bible says, വചനം പറയുന്നു, the father ran to him. അപ്പൻ ആ മകന്റെ അടുക്കിലേക്ക് ഓടിച്ചു. And he embraced him. അവനെ കെട്ടിപ്പിടിച്ചു. And gave him a kiss. അവനൊരു ചുംബനം നൽകി. But let me tell you, everything was there in that one embrace. ആ ഒരൊറ്റ ആലിംഗനത്തിൽ എല്ലാം അടങ്ങിയിട്ടുണ്ടായിരുന്നു. വീണ്ടും 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 ആ ഒരു ഒറ്റ ആലിംഗനത്തിൽ എല്ലാം അടങ്ങിയിട്ടുണ്ടായിരുന്നു. വീണ്ടും വീണ്ടും ആ ഒരൊറ്റ ആലിംഗനത്തിൽ എല്ലാം അടങ്ങിയിട്ടുണ്ടായിരുന്നു. Everything was included in just an embrace. ആ ഒരൊറ്റ ആലിംഗനത്തിൽ സകല കാര്യങ്ങളും അടങ്ങിയിട്ടുണ്ടായിരുന്നു. He was reconnected. അവൻ റീകണക്ട് ചെയ്യപ്പെട്ടു. And he was restored back into his position. തന്റെ സ്ഥാനത്തേക്ക് താൻ വീണ്ടും യഥാസ്ഥാനത്തേക്ക് വന്നു. He was restored back into his blessings. തന്റെ അനുഗ്രഹങ്ങളിലേക്ക് താൻ പുനഃസ്ഥാപിക്കപ്പെട്ടു. Everything was in that one hug of the father. ആ പിതാവിന്റെ ഒരൊറ്റ ആലിംഗനത്തിൽ എല്ലാം ഉണ്ടായിരുന്നു. I want to proclaim to the whole world, full of the anointing of the Holy Spirit, when you have one embrace with your heavenly Father, everything that you need will come to your life. മുഴു ലോകത്തോട് പരിശുദ്ധാത്മ അഭിഷേകത്തോട് ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് പിതാവിന്റെ ആ ഒരൊറ്റ ആലിംഗനം ലഭിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ആവശ്യമായതെല്ലാം അത് നൽകുന്നതാണ്. And I believe this is going to happen in your life today. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ അത് നടക്കാൻ പോകുന്നത് വിശ്വസിക്കുന്നു. The heavenly Father is standing here with wide open arms to give you a hug and to restore everything back to you. സ്വർഗീയ പിതാവ് തന്റെ രണ്ട് കരങ്ങളെയും നീട്ടി നിങ്ങളെ ആലിംഗനം ചെയ്യുവാൻ, നിങ്ങളെ വീണ്ടും മടക്കി കൊണ്ടുവരുവാനായി നിങ്ങൾക്ക് വേണ്ടി ഇവിടെ സന്നിഹിതനാണ്. Today something is going to happen in your life. നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ നിശ്ചയമായി നടക്കാൻ പോവുകയാണ്. The first step is repentance. ഒന്നാമത്തെ പടി എന്നത് മാനസാന്തരമാണ്. If there is any area you have to repent now. ഏതെങ്കിലും ജീവിതത്തിന്റെ മേഖലയിൽ നിങ്ങൾ മാനസാന്തരപ്പെടുവാനുണ്ടെങ്കിൽ ഇപ്പോൾ മാനസാന്തരപ്പെടുക. Hallelujah. Hallelujah. After repentance you have to return. ആ മാനസാന്തരത്തിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് മടങ്ങി വരിക Then എന്നതാണ്. comes reconnection. അതിനുശേഷം ഇതാ റീകണക്ഷൻ ഉണ്ടാകുന്നു. And the last step is restoration. അവസാനത്തെ പടിയാണ് പുനഃസ്ഥാപനം, യഥാസ്ഥാനം. Everything that you have lost will come back to your life. നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടുവോ അതൊക്കെ നിങ്ങൾക്ക് മടക്കി ലഭിക്കുകയാണ്. Somebody say hallelujah. ഉറക്കെ hallelujah. 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 And everything is included in that one embrace. ആ ഒരൊറ്റ ആലിംഗനത്തിൽ സകല കാര്യങ്ങളും ഉൾക്കൊണ്ടിരിക്കുന്നു. It was a total
restoration. അതൊരു സമ്പൂർണമായ പുനഃസ്ഥാപനമായിരുന്നു. Everything that he had lost came back in one embrace. ആ ഒരൊറ്റ ആലിംഗനത്തിൽ തനിക്ക് നഷ്ടപ്പെട്ടു പോയതെല്ലാം തനിക്ക് മടക്കി ലഭിച്ചു. Amen. Hallelujah. Today some of you will literally experience a hug from the Lord. ഇന്ന് നിങ്ങൾ ചില ആളുകൾ അക്ഷരാർത്ഥത്തിൽ ആ സ്വർഗീയ പിതാവിന്റെ ആലിംഗനം അനുഭവിക്കാൻ പോവുകയാണ്. Amen. Hallelujah. 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 The thread of this message came when I was ministering in Houston, Texas. ടെക്സസിലുള്ള ഹൂസ്റ്റണിൽ ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഈ ഒരു സന്ദേശത്തിന്റെ നാമം എനിക്ക് കിട്ടിയത്. And I gave a version of it in New York. അതിന്റെ ഒരു ലഘു സന്ദേശം ഞാൻ ന്യൂയോർക്കിൽ വെച്ച് നൽകി. After the New York meeting, some people came to me and said, literally, I felt two hands coming around me and hugging me. ആ ന്യൂയോർക്കിലെ മീറ്റിംഗിന് ശേഷം ആളുകൾ എൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞു, അക്ഷരാർത്ഥത്തിൽ ഒരു വ്യക്തി വന്ന് ഹഗ് ചെയ്യുന്നത് പോലെ തന്നെ ആ ദൈവത്തിന്റെ ആലിംഗനം ഞങ്ങൾ അനുഭവിച്ചു. Amen. Hallelujah. I believe the same God is everywhere. ഞാൻ വിശ്വസിക്കുന്നു അതേ ദൈവം സകലയിടങ്ങളിലും The സന്നിഹിതനാണ്. Heavenly Father wants to give you a hug. ആ സ്വർഗത്തിലെ അപ്പൻ നിങ്ങൾക്കൊരു ആലിംഗനം നൽകുവാൻ ആഗ്രഹിക്കുന്നു. Even if your earthly father is not giving you a hug, the Heavenly Father is willing. നിങ്ങളുടെ ഭൂമിയിലെ പിതാവ് നിങ്ങൾക്കൊരു ആലിംഗനം തരുവാൻ ഇഷ്ടമില്ലെങ്കിലും സ്വർഗത്തിലെ അപ്പൻ അത് ഇഷ്ടമാണ്. Now tell me, which hug is better? Which hug is greater? Your earthly fathers or your heavenly fathers? ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളുടെ ഭൂമിയിലെ അപ്പന്റെ ആണോ സ്വർഗത്തിലെ അപ്പന്റെ ആലിംഗനമാണോ ശ്രേഷ്ഠമായത്? Speak to me. സംസാരിച്ചാലും. How many of you want it? എത്ര പേർക്ക് അത് ആഗ്രഹമുണ്ട്? Throw your hands to him, tell him, Lord, I want a hug from you today. രണ്ട് കരങ്ങൾ ആ സ്വർഗത്തിലേക്ക് നീട്ടിട്ടെന്ന് പറഞ്ഞേ, അപ്പാ അങ്ങയുടെ ഒരു ആലിംഗനം, അങ്ങയുടെ ഒരു കെട്ടിപ്പിടുത്തം എനിക്ക് ഇന്ന് ആവശ്യമാണ്. പറഞ്ഞേ, പ്രാർത്ഥിച്ചേ, കർത്താവേ അങ്ങയുടെ ഒരു ആലിംഗനം എനിക്ക് വേണം. In that one hug, everything is included. ആ ഒരൊറ്റ ആലിംഗനത്തിൽ സകലതുമുണ്ട്. കൈകളെ ഉയർത്തി ഒന്ന് പാടാമോ? കരങ്ങളെ വീശി, രണ്ട് കരങ്ങൾ വീശി ഒന്ന് പാടാം. എല്ലാ ജനങ്ങളും Yes, Lord. ജനങ്ങൾ മാത്രം കുറച്ചുകൂടെ ശബ്ദത്തിൽ പാടാമോ? When the father gave his son, the prodigal son, who had wasted away everything, all the wealth he had, when the hug was given, everything was restored. ആ പിതാവ് ആ മകനെ സകലവും നഷ്ടപ്പെടുത്തി തന്റെ സകല സ്വത്തും കളഞ്ഞു കുളിച്ച ആ മകനെ ഒരൊറ്റ ആലിംഗനം അവന് നൽകിയപ്പോൾ സകലതും അവന് മടക്കി ലഭിച്ചു. In 7 steps, everything came back to him. 7 പടികളായി സകലതും അവന്റെ ജീവിതത്തിലേക്ക് മടങ്ങി. He came back in a very bad shape. താൻ വളരെ തകർന്നവനായി മോശം സ്ഥിതിയിലാണ് അപ്പന്റെ അടുക്കൽ എത്തിയത്. Because I don't know how long he was away from the father. എത്ര നാൾ അപ്പന്റെ അടുക്കൽ നിന്ന് ദൂരെയായിരുന്നു എന്ന് എനിക്കറിയില്ല. Maybe many months, ഒരുപക്ഷെ അനേക മാസങ്ങൾ, maybe many years, I don't know. ഒരുപക്ഷെ അനേക വർഷങ്ങൾ, എനിക്കറിയില്ല. When he came back, അവൻ മടങ്ങി വന്നപ്പോൾ
His dress, his clothes were torn, അവന്റെ വസ്ത്രങ്ങൾ കീറിയിരുന്നു. unkempt hair, മുടി കത്തിരിച്ചിട്ടില്ല. his beard and mustache and everything had grown. തന്റെ താടി മീശമെല്ലാം വളർന്നു വികൃതമായിരിക്കുന്നു. He was unclean. താൻ അശുദ്ധനായിരുന്നു. He was stinking. അവന് നാറ്റം വമിക്കുന്നുണ്ടായിരുന്നു. Stinking from the pig's presence. ആ പന്നിയുടെ ഇടയിൽ കിടന്ന് തന്റെ ശരീരം മുഴുവൻ ദുർഗന്ധം The വമിച്ചുകൊണ്ടിരുന്നു. first thing I believe, he had a wash. He went through a cleaning process. ഒന്നാമതായി അവനെ ഒന്ന് ശുദ്ധി ചെയ്തെടുത്തു, അവനെ ഒന്ന് വൃത്തിയാക്കിയെടുത്തു. He had a haircut. അവന്റെ മുടിയൊക്കെ വെട്ടി, And he trimmed his mustache and beard. തന്റെ മീശയും താടിയും എല്ലാം ട്രിം ചെയ്തു. And his original shape came back. തന്റെ യഥാർത്ഥ രൂപം തനിക്ക് മടക്കി ലഭിച്ചു. Hallelujah. ഹല്ലേലൂയ. This is what is happening when we come to the Father for the first time. നമ്മൾ പിതാവിന്റെ അടുക്കൽ ആദ്യമായി എത്തുമ്പോൾ സംഭവിക്കുന്ന ആദ്യത്തെ കാര്യം അതാണ്. 2 Corinthians chapter 5 verse number 17 says a man in Christ is a new creation. 2 കൊരിന്ത്യർ 5-ാം അധ്യായം 17-ാം വചനത്തിൽ പറയുന്നു, ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. The image that we had originally with the Father comes back into our spirit when we get saved, when we are reconnected with the Father. യഥാർത്ഥമായി നമ്മുടെ അകത്തുണ്ടായിരുന്ന ആ രൂപം നമ്മൾ പിതാവുമായി ആ ബന്ധം പുനഃസ്ഥാപിക്കപ്പെടുമ്പോൾ നമുക്ക് തിരികെ ലഭിക്കുകയാണ് ചെയ്യുന്നത്. Hallelujah. Hallelujah. After the embrace, the Bible, Jesus says he was given the best robe. ആ ആലിംഗനത്തിന് ശേഷം യേശു പറയുകയാണ് അവൻ ഏറ്റവും നല്ല വിശേഷ വസ്ത്രം ലഭിച്ചു, അങ്കി ലഭിച്ചു. Hallelujah. Hallelujah. This is the robe of righteousness or the robe of salvation that we receive. നമ്മൾ പ്രാപിച്ച രക്ഷയുടെ നീതിയുടെ അങ്കിയെ കുറിച്ചാണ് ഇത് പറയുന്നത്. Hallelujah. Hallelujah. All our righteousness was like a filthy rag. നമ്മുടെ നീതി പ്രവൃത്തികളെല്ലാം കറപുരണ്ട തുണി പോലെയായിരുന്നു. But the righteousness, the garment of righteousness that we get is so glorious. എന്നാൽ നമുക്ക് ലഭിച്ച ആ നീതിയുടെ അങ്കി എന്നത് വളരെ തേജസ്സുള്ളതാണ്. Can you shout hallelujah for that? അതിനുവേണ്ടി കർത്താവിനെ സ്തുതിക്കാമോ? ഹല്ലേലൂയ. One more hallelujah. ഒരിക്കൽ കൂടെ ഹല്ലേലൂയ. One more hallelujah. ഹല്ലേലൂയ. Secondly, the Bible says, Jesus says he was given a ring. ഇത് രണ്ടാമതായി ബൈബിൾ പറയുകയാണ് അവന് ഒരു മോതിരം നൽകപ്പെട്ടു. This shows the restoration of relationship. ഇത് ആ ബന്ധത്തിലെ പുനഃസ്ഥാപനത്തെയാണ് ഈ മോതിരം This shows കാണിക്കുന്നത്. a covenant relationship. He was restored. അവൻ ഇതാ ഒരു ഉടമ്പടി ബന്ധത്തിലൂടെ താൻ പുനഃസ്ഥാപിക്കപ്പെടുകയാണ്. Hallelujah. ഹല്ലേലൂയ. So he was given a gold ring. ഒരു സ്വർണ്ണ മോതിരം അവന് ലഭിച്ചു. The covenant relationship came back. ഇതാ അവനുമായിട്ടുള്ള ആ ഉടമ്പടി ബന്ധം അവന് തിരികെ The പ്രാപിക്കാൻ Bible says സാധിച്ചു. sometimes mountains may move, ഇതാ ബൈബിൾ പറയുന്നു കുന്നുകൾ മാറിപ്പോകും, hills may fall apart. പർവ്വതങ്ങൾ മാറിപ്പോകും. But do you know the covenant of peace I have with you will never fall away. എന്നാൽ ഞാൻ നിന്നോട് ചെയ്തിരിക്കുന്ന സമാധാനത്തിന്റെ ഉടമ്പടിയുടെ സമാധാനം ഒരിക്കലും മാറുകയില്ല. Give the Lord a clap offering this കരങ്ങളെ morning. ചേർത്തടിച്ച് കർത്താവിനെ ഒന്ന് സ്തുതിച്ചാലും. Hallelujah. ഹല്ലേലൂയ. Fourthly, he was given a pair of sandals. നാലാമതായി അവന് ചെരുപ്പുകൾ നൽകപ്പെട്ടു. This shows the restoration of his position. അവന്റെ ആ പദവിയുടെ പുനഃസ്ഥാപനമാണ് അവിടെ കാണുന്നത്. In those days, servants and slaves never wore any sandal. അന്നത്തെ കാലഘട്ടത്തിൽ വേലക്കാരും അടിമകളും ഒരിക്കലും കാൽപാദം അല്ലെങ്കിൽ ചെരുപ്പുകൾ ധരിച്ചിരുന്നില്ല. Are you listening to me? നിങ്ങൾ എന്നെ കേൾക്കുന്നുണ്ടോ? Say hallelujah. അങ്ങനെയെങ്കിൽ ഒരു ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. When he came back, he had no sandals. അവൻ വീട്ടിലേക്ക് വന്നപ്പോൾ കാലിൽ ചെരുപ്പില്ലായിരുന്നു. He came barefooted. അവൻ നഗ്നപാദനായിട്ടാണ് വീട്ടിലെത്തിയത്. But he was given a pair of new sandals. എന്നാൽ പുത്തൻ ചെരുപ്പ് അവന് നൽകപ്പെട്ടു. So far, when he came, he was saying, Father, I'm not worthy to be your son. Make me as your servant. അവൻ ആ വീട്ടിലേക്ക് വന്നപ്പോൾ തന്നെ മനോഭാവം, അപ്പാ ഞാൻ അങ്ങയുടെ മകനെന്ന് വിളിക്കപ്പെടാൻ യോഗ്യനല്ല, ഇവിടുത്തെ ഒരു വേലക്കാരനാക്കിയാൽ മതി. The father never called him a slave. ഒരിക്കലും അപ്പൻ അവനെ അടിമയെന്ന് വിളിച്ചില്ല. He never made him a servant. അപ്പൻ ഒരിക്കലും അവനെ വേലക്കാരനാക്കിയില്ല. But he had a slave mentality. എന്നാൽ അവൻ ഒരു അടിമയുടെ മനോഭാവം The ഉണ്ടായിരുന്നു. father wanted to change that. പിതാവ് അത് മാറ്റുവാൻ
ആഗ്രഹിച്ചു. So he was given a pair of sandals. പുത്തൻ ചെരുപ്പ് അവന് നൽകി. So he came back to his position or his mentality, his sonship mentality. ഇതാ അവന്റെ യഥാർത്ഥ പദവിയിലേക്ക് അവൻ മടങ്ങിയെത്തി. ആ പുത്രൻ എന്ന ബോധത്തിലേക്ക് അവൻ മടങ്ങിയെത്തി. Say hallelujah. Hallelujah. When we receive the Holy Spirit from the Father, the sonship is given. നാം പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചപ്പോൾ ആ പുത്രത്വമാണ് നമ്മൾ പ്രാപിച്ചിരിക്കുന്നത്. We never received a spirit of slavery, we received the spirit of sonship. നമ്മൾ അടിമത്വത്തിന്റെ ആത്മാവിനെ അല്ല പ്രാപിച്ചിരിക്കുന്നത്, നമ്മൾ പുത്രത്വത്തിന്റെ ആത്മാവിനെയാണ് പ്രാപിച്ചിരിക്കുന്നത്. Shout hallelujah. ഉറക്കെ hallelujah. Number 5, it is the restoration of his blessings. അഞ്ചാമത്തെ കാര്യം തന്റെ അനുഗ്രഹങ്ങളുടെ The പുനഃസ്ഥാപനമാണ്. Father commanded a feast with a fattened calf to be prepared. ആ അപ്പൻ ഇങ്ങനെ കൽപ്പിച്ചു, ഏറ്റവും തടിപ്പിച്ച കാളയെ കൊന്ന് അതിനെ അറുത്ത് ഒരു ഉത്സവം, ഒരു വലിയ ആഘോഷം ഉളവാക്കുക. So food is coming back to his life. ഇതാ തന്റെ ജീവിതത്തിലേക്ക് ആ ഭക്ഷണം മടങ്ങി വരികയാണ്. Material blessings are coming back to his life. ഭൗതികമായ അനുഗ്രഹങ്ങൾ തന്നിലേക്ക് മടങ്ങി വരുന്നു. God always has a fattened calf mentality. ദൈവത്തിന് എപ്പോഴും തടിപ്പിച്ച കാളക്കുട്ടിയുടെ മനോഭാവമുള്ളവനാണ്. But if you know the story, someone came and he said, no, this is bad. He squandered all the money. Now he is giving the fattened calf. He had a skinny calf mentality, but the father had a fattened calf mentality. നിങ്ങൾക്ക് ആ കഥ അറിയാമല്ലോ. ഇത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ മൂത്തപുത്രൻ ഒന്നാമത്തെ മകൻ വന്നിട്ട് പറഞ്ഞു, അയ്യോ ഇത് അനുവദനീയമല്ല, ഇത് പിതാവ് അവന് വേണ്ടി തടിപ്പിച്ച കാളയെ അറുത്തിരിക്കുന്നു. ആ മകനുണ്ടായിരുന്നത് മെലിഞ്ഞ കാളയുടെ മനോഭാവമായിരുന്നു. എന്നാൽ അപ്പൻ എപ്പോഴും ഉണ്ടായിരുന്നത് തടിപ്പിച്ച കാളയെ നൽകണമെന്നതായിരുന്നു. In other words, the father wants to give you fat blessings, abundance of blessings. അതിന്റെ അർത്ഥം ഇതാണ്, പിതാവ് നിങ്ങൾക്ക് എപ്പോഴും സമൃദ്ധമായ അനുഗ്രഹം നൽകുവാൻ ആഗ്രഹിക്കുന്നു, അനുഗ്രഹങ്ങളുടെ സമൃദ്ധി നൽകുവാൻ ആഗ്രഹിക്കുന്നു. If you are a son, if you are a daughter, you deserve abundant blessings from the heavenly Father. നീ ഒരു പുത്രനാണെങ്കിൽ, നീ ഒരു പുത്രിയാണെങ്കിൽ, ആ സ്വർഗീയ അപ്പൻ നിനക്ക് നൽകാൻ ആഗ്രഹിക്കുന്നത് സമൃദ്ധമായ അനുഗ്രഹങ്ങളാണ്. Next what we see is a celebration happening. അടുത്തതായി നമ്മൾ കാണുന്നത് വലിയൊരു ആഘോഷമാണ്. The father and son joined together and they began to dance. ആ അപ്പനും മകനും കൈകൾ കോർത്ത് അവർ ഡാൻസ് ചെയ്യാൻ തുടങ്ങി. Everybody in the house started dancing. വീട്ടിലെ എല്ലാവരും ഡാൻസ് ചെയ്യാൻ തുടങ്ങി. This is the restoration of joy into your life. നിങ്ങളുടെ ജീവിതത്തിലെ സന്തോഷത്തിന്റെ പുനഃസ്ഥാപനമാണ് അവിടെ കാണുന്നത്. Some of you sitting here, some of you sitting there in many blessing centers, out there in some houses, you have lost your joy. നിങ്ങൾ അനേക വീടുകളിൽ നിന്ന് കാണുന്നവർ, അനേക ബ്ലെസ്സിംഗ് സെന്ററുകളിൽ നിങ്ങൾ ഇവിടെ എന്നെ കേൾക്കുന്നവർ, നിങ്ങളുടെ സന്തോഷം നഷ്ടപ്പെട്ടവരായി നിങ്ങൾ ഇരിക്കുകയാണ്. But just an embrace from the heavenly Father will give you back the joy of salvation. ആ സ്വർഗീയ അപ്പന്റെ ഒരൊറ്റ ആലിംഗനം രക്ഷയുടെ സന്തോഷം നിങ്ങളിൽ മടക്കി നൽകും. Hallelujah. Hallelujah. Today there will be the restoration of joy into your life. നിങ്ങളുടെ ജീവിതത്തിൽ ആ രക്ഷയുടെ സന്തോഷത്തിന്റെ, ദൈവിക സന്തോഷത്തിന്റെ ഒരു പുനഃസ്ഥാപനം ഉണ്ടാകാൻ പോവുകയാണ്. Lift up your hands and receive the joy of salvation. നിങ്ങളുടെ രണ്ട് കരങ്ങളെ ഉയർത്തിക്കൊണ്ട് ആ രക്ഷയുടെ സന്തോഷം തിരികെ പ്രാപിച്ചാലും. Come on, receive the joy of salvation. ആ രക്ഷയുടെ സന്തോഷം പ്രാപിക്കുക. Hallelujah. Hallelujah. The last thing that was restored was his inheritance. അവസാനം അവന് തിരികെ ലഭിച്ച കാര്യം എന്നത് അവന്റെ അവകാശമാണ്. The parable does not say that, but this is what I believe. He had already squandered away his inheritance. ആ പാരബിൾ, ആ ഒരു ഉപമയിൽ നമ്മൾ വായിക്കുന്നില്ല, പക്ഷെ ഞാൻ ഇങ്ങനെ വിശ്വസിക്കുന്നു, തനിക്കുണ്ടായിരുന്ന ഓഹരി അവൻ ദൂർത്തടിച്ചു കളഞ്ഞു. And he came back empty-handed. അവൻ ശൂന്യമായ കരങ്ങളോടെയാണ് അവിടെ വന്നത്. But do you know something? പക്ഷെ നിങ്ങൾക്കറിയാമോ, That father was very rich. ആ അപ്പൻ വളരെ ധനാഢ്യനായിരുന്നു. Your heavenly Father is very rich. നിങ്ങളുടെ സ്വർഗ്ഗത്തിലെ അപ്പൻ വലിയ ധനാഢ്യനാണ്. His resources will never run out. അവന്റെ വിഭവങ്ങൾ ഒന്നും ഒരിക്കലും തീർന്നു പോകുന്നില്ല. Say it again. അവന്റെ വിഭവങ്ങൾ ഒന്നും തീർന്നു പോകുന്നില്ല. There is still in his storehouse. അവന്റെ ഭണ്ഡാരത്തിൽ നിരവധിയായിട്ടുണ്ട്. There is still in his treasury. അവന്റെ ഭണ്ഡാരത്തിൽ ഏറ്റവും അധികമായുണ്ട്. He is eternally and immensely wealthy. അവൻ നിത്യനായും എന്നേക്കുമായി അവൻ ധനാഢ്യനാണ്.
Hallelujah. ഹല്ലേലൂയ. So even if you have wasted your whole life, നിങ്ങളുടെ മുഴു ജീവിതം നിങ്ങൾ പാഴാക്കി കളഞ്ഞെങ്കിലും He can give you everything back. നിങ്ങൾക്ക് സകലവും മടക്കി നൽകുവാൻ അപ്പന് കഴിയും. Hallelujah. ഹല്ലേലൂയ. So in 7 areas, restoration came back to his life. 7 മേഖലകളിലായി പുനഃസ്ഥാപനം അവന്റെ ജീവിതത്തിൽ നടന്നു. Part 2. രണ്ടാം ഭാഗം. എല്ലാവരും പറയാമോ? രണ്ടാം ഭാഗം. So the first part is dealing with son 2. ആദ്യത്തെ ഭാഗത്തിൽ ഇളയ മകൻ രണ്ടാമത്തെ മകനുമായിട്ടുള്ള ഇടപെടലുകൾ കാണുന്നു. But in the second part we read about the son 1's life. എന്നാൽ അതിന്റെ രണ്ടാം ഭാഗത്ത് ഒന്നാമത്തെ അല്ലെങ്കിൽ മൂത്ത മകന്റെ ജീവിതം കാണുന്നു. Everybody say son 1. എല്ലാവരും പറയാമോ? ഒന്നാമത്തെ മകൻ, Son 2. രണ്ടാമത്തെ മകൻ. Now we are going to look into son 1. നമ്മൾ ഒന്നാമത്തെ മകന്റെ ജീവിതം When നോക്കാം. this celebration was going on, ഈ ആഘോഷമൊക്കെ ഇവിടെ നടക്കുമ്പോൾ son 1 came. ഒന്നാമത്തെ മകൻ The വന്നു. elder son came. മൂത്ത മകൻ വന്നു. He heard the noise of the joy, singing and celebration. താൻ അവിടെ വന്നപ്പോൾ ആഘോഷത്തിന്റെയും നൃത്തത്തിന്റെയും ഒക്കെ ശബ്ദം കേട്ടു. And he asked, what is happening here? അവൻ ചോദിച്ചു, ഇവിടെ എന്താ നടക്കുന്നത്? Some servants reported to him, your younger brother has come back and your father he has cut the fattened calf and he is having a celebration with everybody in the house. നിന്റെ ഇളയ സഹോദരൻ ഇതാ മടങ്ങി വന്നിരിക്കുന്നു. നിന്റെ അപ്പൻ അതുകൊണ്ട് സന്തോഷിച്ച് തടിപ്പിച്ച കാളയെല്ലാം കൊന്ന് ഇവിടെ വലിയൊരു ആഘോഷം നടക്കുകയാണ്. And he was offended. അവൻ വളരെ ദേഷ്യപ്പെട്ടു. He said, this is not right. അവൻ പറഞ്ഞു, ഇത് ശരിയല്ല. All my life I served my father. എന്റെ ജീവിതം മുഴുവൻ ഞാൻ അപ്പനെ സേവിച്ചു. He never gave me a fattened calf. ഒരു തടിപ്പിച്ച കാളയെ പോലും എനിക്ക് തന്നില്ല. He squandered all the money. അവനോ എല്ലാ പണവും ദൂർത്തടിച്ചു. Now when he comes back, all the importance goes to him. അവൻ ഇതാ മടങ്ങി വന്നപ്പോൾ എല്ലാ പ്രാധാന്യതയും അവന് നൽകുന്നു. All my life I served my father. എന്റെ മുഴു ജീവിതവും ഞാൻ എന്റെ അപ്പനെ സേവിച്ചതല്ലേ? This is not right. ഇത് ശരിയല്ല. The Bible says, വചനം പറയുന്നു, the father went out of the house and talked to the elder son, pleaded with him to come in, but he would not. ബൈബിൾ വളരെ വ്യക്തമായി എഴുതിയിരിക്കുന്നു, അപ്പൻ വീട്ടിൽ നിന്ന് ചെന്ന് ആ മൂത്ത മകനോട് സംസാരിച്ചു, കേണപേക്ഷിച്ചിട്ടും അവൻ അത് കേട്ടില്ല. So in the end what happens is the lost son came back and the son in the house was lost. ഇവിടെ ഇതാ ശരിക്കും സംഭവിക്കുന്നത്, നഷ്ടപ്പെട്ടു പോയ മകൻ വീട്ടിലേക്ക് വരികയും എന്നാൽ വീട്ടിലുണ്ടായിരുന്ന മകൻ നഷ്ടപ്പെടുകയും ചെയ്യുന്ന അവസ്ഥ. ഒന്നുകൂടി പറയാം ബ്രദറെ. നഷ്ടപ്പെട്ടു പോയ മകൻ ഇതാ വീട്ടിലേക്ക് തിരികെ എത്തുന്നു, എന്നാൽ വീട്ടിലുണ്ടായിരുന്ന മകൻ വീട്ടിന് പുറത്തായി അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയി. Now listen to me, there are 2 kinds of sons in a church. എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക, ഒരു സഭയ്ക്കകത്ത് 2 തരത്തിലുള്ള മക്കളുണ്ട്. വിടുംബറ. ഒരു സഭയുടെ അകത്ത് 2 തരത്തിലുള്ള മക്കളുണ്ട്. Son 1 mentality children and son 2 mentality children. മൂത്ത മകന്റെ മനോഭാവമുള്ള ആളുകളും ഇളയ മകന്റെ മനോഭാവമുള്ളവരും. Son 1, he is a religious guy. ഒന്നാമത്തെ മകൻ, മൂത്ത മകൻ, അവനൊരു മതഭക്തനാണ്. The relationship he had with his father was a religious relationship. തനിക്ക് അപ്പനുമായിട്ടുണ്ടായിരുന്ന ബന്ധം എന്നത് ഒരു മതപരമായ ബന്ധമായിരുന്നു. He's a good man. അവൻ നല്ലവനാണ്, working hard, കഠിനാധ്വാനം ചെയ്യുന്നു, and he never squandered money. അവൻ പണമൊന്നും He ദൂർത്തടിച്ചില്ല, was living a good life, നല്ല ജീവിതം നയിച്ചു, very prayerful, നല്ല പ്രാർത്ഥന, and fasting, ഉപവാസം, and working for the Lord. കർത്താവിന് വേണ്ടി ശുശ്രൂഷിക്കുന്നു. But there was one problem. He had no heart to heart relationship with the father. എന്നാൽ ഒരൊറ്റ പ്രശ്നം, അവന് തന്റെ ഹൃദയത്തിൽ നിന്ന് അപ്പന്റെ ഹൃദയവുമായിട്ടുള്ള ആ ബന്ധമുണ്ടായിരുന്നില്ല. The second son was a relationship guy. എന്നാൽ രണ്ടാമത്തെ മകൻ, ഇളയ മകൻ എന്നത് ഒരു ബന്ധത്തിൽ ഉള്ള ഒരു മകനാണ്. So in a church there are religious people and relationship people. അതുപോലെ തന്നെ ഒരു സഭയ്ക്കകത്ത് മതഭക്തരായ ആളുകളുമുണ്ട്, എന്നാൽ ബന്ധുത്വപരമായി നീങ്ങുന്ന ആളുകളുമുണ്ട്. Religious people, morning prayer, family prayer, church prayer, cottage prayer, fasting prayer, Bible reading, everything they are doing, but they have no heart to heart connection with the father. മതഭക്തരായുള്ള ആളുകൾ അല്ലെങ്കിൽ മതപരമായുള്ള ബന്ധമുള്ളവർ അവര് രാവിലത്തെ പ്രാർത്ഥന, കുടുംബ പ്രാർത്ഥന, ഉപവാസം, ഭവന പ്രാർത്ഥന, ചർച്ചിലെ എല്ലാ പ്രാർത്ഥനകളും,
പക്ഷേ അവർക്ക് അപ്പനുമായി ഹൃദയത്തിൽ നിന്ന് ബന്ധമില്ല. When new people come and when they are promoted, they don't like it. പുതിയ ആളുകൾ സഭയിൽ വരികയും അവർ ഉയരുകയും ചെയ്യുന്നത് കാണുമ്പോൾ അവർക്ക് അത് ഇഷ്ടമല്ല. See, I was here from day one. ഇവിടത്തെ ഒന്നാമത്തെ ദിവസം മുതൽ ഞാൻ ഈ സഭയിലുണ്ട്. I am the first one who gave 1,000 rupees for the church renovation. ഈ ചർച്ചിന്റെ റെനോവേഷന് വേണ്ടി 1000 രൂപ ആദ്യം കൊടുത്തത് ഞാനാ. I was washing all the dishes. ഞാനാണ് ആദ്യം പാത്രമൊക്കെ കഴുകിക്കൊണ്ടിരുന്നത്. I was the greeter first. ഞാനായിരുന്നു ആദ്യത്തെ ഗ്രീറ്റർ. I was singing in the choir first. ഞാനാണ് കൊയറിൽ ആദ്യം പാടിക്കൊണ്ടിരുന്നത്. And these guys came yesterday. ഇന്നലെ വന്നവന്മാരാണ് ഇവരെല്ലാവരും. They are promoted. അവരൊക്കെ സ്ഥാനമാനങ്ങൾ കിട്ടി. And I am out. ഞാനിതാ പുറത്തായിരിക്കുന്നു. Nobody sent them out because of offense and bitterness. They are out. അവരെ ആരും പുറത്താക്കിയതല്ല, അവരുടെ സ്വന്തം കയ്പിനാലും മുറിവിനാലും അവർ തന്നെ വെളിയിൽ പോയതാണ്. Son one, you are a religious person. ഒന്നാമത്തെ മകനെ നീ ഒരു മതഭക്തനാണ്. But son two is a relationship person. എന്നാൽ രണ്ടാമത്തെ മകൻ എന്നത് റിലേഷൻഷിപ്പ്, ആ ബന്ധത്തിൽ ആശ്രയിക്കുന്നവനാണ്. Now listen to me. Only son two received a hug from the father. ശ്രദ്ധിക്കുക, രണ്ടാമത്തെ മകന് മാത്രമേ അപ്പനിൽ നിന്ന് ആലിംഗനം കിട്ടിയുള്ളൂ. The parable does not say that the father hugged son one. ആ ഒന്നാമത്തെ മകനെ അപ്പൻ ആലിംഗനം ചെയ്തതായി ഉപമ പറയുന്നില്ല. My question is this. എന്റെ ചോദ്യം ഇതാണ്. You want to be son one or son two? നിങ്ങൾ മൂത്ത മകനാകാൻ ആഗ്രഹിക്കുന്നു, രണ്ടാമത്തെ മകനാകാൻ ആഗ്രഹിക്കുന്നു? The son one is a religious person. ഒന്നാമത്തെ മകൻ ഒരു മതഭക്തനാണ്. Everything they will do faithfully. അവരെല്ലാം വിശ്വസ്തമായി ചെയ്യും. But easily offended. പക്ഷേ എളുപ്പത്തിൽ മുറിവേൽക്കും. Small things will hurt them. ചെറിയ ചെറിയ കാര്യങ്ങൾ അവർക്ക് മുറിവുളവാക്കും. They are offended. അവരിതാ മുറിവേറ്റവർ. I am not coming to blessing center anymore. ഓ, ഇനി ഞാൻ ബ്ലെസ്സിംഗ് സെന്ററിൽ വരുന്നില്ല. That person is not right. അയാൾ ശരിയല്ല. That person is not right. ഇയാൾ ശരിയല്ല. That person is not right. ഇയാളും ശരിയല്ല. If they are there, I will not go there. ഇവരൊക്കെ ഈ സഭയിൽ വരുന്നുണ്ടെങ്കിൽ ഞാൻ ഈ സഭയിൽ ഇല്ല. Son one, elder son. മൂത്ത മകൻ, ഒന്നാമത്തെ മകൻ. There are so many elder sons in a church. ഒരു സഭയ്ക്കകത്ത് നിരവധി മൂത്ത മക്കളുണ്ട്. ചെറിയ പ്രശ്നം മതി ഓടക്ക്, ഇനി ഞങ്ങളില്ല ഈ പരിപാടി. ബ്രദറെ, ഇനി എന്നെ വിളിക്കുകയും വേണ്ട, ഈ വീട്ടിലോട്ട് വരികയും വേണ്ട. മനസ്സിലായോ? ഗുഡ് ബൈ. മൂത്ത മകൻ ഇടറി പുറത്തു നിൽക്കുമ്പോൾ രണ്ടാമത്തെ മകൻ അപ്പനുമായി നൃത്തം ചവിട്ടി ആരാധിക്കും. ആമേൻ. അടിക്കുവാണെങ്കിൽ ശരിക്കും അടിക്കും. ഹല്ലേലൂയ. ഇന്ന് തീരുമാനിക്കും, ചർച്ചിനകത്തോ പുറത്തോ ഉള്ള ഏതെങ്കിലും പ്രശ്നത്തിൽ അകത്തെ ഇടർച്ച വന്ന് കൂട്ടായ്മക്കകത്ത് ഇൻവോൾവ് ചെയ്യാതെ വന്നാൽ പോലും ഹൃദയം അവിടെ ഇല്ല. എന്നാലും പണ്ട് എനിക്കറിയാം, ഇസബേൽ ബ്രോസല്ലേ എനിക്കറിയാം, ഇതുങ്ങളൊന്നും ശരിയല്ല. അവർ കുറ്റങ്ങൾ കണ്ടുപിടിക്കും. ഒരു അനൗൺസ്മെന്റ് നടത്തിയാൽ അതിന് കുറ്റം, ഒരു മീറ്റിംഗ് നടത്തിയാൽ അതിന് കുറ്റം, പണി നടക്കാൻ പോകുന്ന എന്തിനാ ഇതിൻ്റെയൊക്കെ ആവശ്യം, ഉള്ളതുപോലെ എന്തിനാ വെറുതെ പാഴ്ചലോ. അടുത്തിരിക്കുന്ന ആളോട് ചോദിക്കുക, മൂത്ത മകനായി ജീവിക്കണോ ഇളയ മകനായി ജീവിക്കണോ? മൂത്ത മകനായി ജീവിക്കണോ ഇളയ മകനായി ജീവിക്കണോ? ഇളയ മകന്റെ പഴയ കാലം അല്ല ഞാൻ പറഞ്ഞത്, തിരിച്ചു വന്ന ശേഷമുള്ള കാലം. മാനസാന്തരപ്പെട്ട് അപ്പൻ്റെ ഭവനത്തിലേക്ക് വന്ന് അപ്പനുമായി ആലിംഗനം ചെയ്ത് ഒരുമിച്ച് സന്തോഷിച്ച് ആനന്ദിച്ച് ആ ഭയങ്കരമായ സന്തോഷത്തിൽ ആറാടി അങ്ങനെ ഒരു ജീവിതം ആവശ്യമുള്ള ആരെങ്കിലും ഇതിനകത്തുണ്ടോ? അവിടെയുണ്ടോ? ആ ചർച്ചിലുണ്ടോ? കൊല്ലത്തുണ്ടോ? കോഴിക്കോടുണ്ടോ? തിരുവനന്തപുരത്തുണ്ടോ? ബാംഗ്ലൂരുണ്ടോ? കല്യാണിലുണ്ടോ? എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ദുബായിലുണ്ടോ? Just an embrace made the difference. ഒരൊറ്റ ആലിംഗനം അവന്റെ ജീവിതത്തിൽ വ്യത്യാസമുണ്ടാക്കി. Come on. Hallelujah. Amen. Wow. Anybody
Anybody sitting here listening to me, if you have gone away from the Father, this is the right time to come back. എന്നെ കേൾക്കുന്ന ആരെങ്കിലും നിങ്ങളെ സ്വർഗീയ അപ്പനെ വിട്ട് ദൂരെ ആയിരിക്കുന്നെങ്കിൽ മടങ്ങി വരുവാനുള്ള തക്ക സമയമാണിത്. Get reconnected. വീണ്ടും നിങ്ങൾ റീകണക്ട് ചെയ്യുക. And the Heavenly Father is willing to give you a hug. ആ സ്വർഗീയപ്പൻ നിങ്ങൾക്ക് ഒരു ആലിംഗനം തരുവാൻ തയ്യാറായി നിൽക്കുകയാണ്. Everything in 7 steps will be restored. ആ 7 പടികളിലായി സകല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് പുനഃസ്ഥാപിക്കപ്പെടും. You may be saying, Lord, I am in a bad shape. നിങ്ങൾ പറയുവാൻ, കർത്താവേ ഞാൻ വിരൂപനായിരിക്കുന്നു. But God can give you that beauty back. എന്നാൽ നിനക്ക് ആ സൗന്ദര്യത്തെ മടക്കി നൽകുവാൻ കർത്താവിന് കഴിയും. Position back. നിന്റെ പദവി മടക്കി തരുവാൻ. Your holiness back. നിന്റെ വിശുദ്ധി തിരികെ നൽകുവാൻ. Your anointing back. നിങ്ങൾക്ക് അഭിഷേകം മടക്കി നൽകുവാൻ. And whatever you had once will come back. നിനക്ക് ഒരിക്കൽ ഉണ്ടായിരുന്നതെല്ലാം നിന്നിലേക്ക് മടങ്ങി വരും. The joy of salvation will come back. രക്ഷയുടെ സന്തോഷം നിന്നിലേക്ക് മടങ്ങി വരും. Hallelujah. ഹല്ലേലൂയ. കൊക്കക്കോള കുപ്പി മേടിച്ചിട്ടൊന്ന് കുലുക്കുക, എന്നിട്ടൊന്ന് തുറന്നു നോക്ക്, എങ്ങനെ ഉണ്ടാവും? ഇതുപോലെ രക്ഷയുടെ സന്തോഷം നുരഞ്ഞു പൊങ്ങി. ഹല്ലേലൂയ. ശക്തിയോടെ പറ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഷീബയാണോ ഇരിക്കുന്നേ? എഴുന്നേറ്റ്. ഹസ്ബൻഡിന്റെ പേര് ഞാൻ മറന്നുപോയി. പറ. ഹസ്ബൻഡ് എഴുന്നേറ്റേ. പേര് പറ. പൗലോസ്. പൗലോസ്. എന്തിനാ സിസ്റ്റർ കരയുന്നേ? അതിനല്ലേ ഞാൻ പിടികൂടിയത്, എനിക്കറിയാം. എന്റെ ശീവ, നിന്നെ കാണാതെ സ്വർഗത്തിലെ പിതാവ് പോവോ? 8 വർഷമായി ഞാൻ ഈ പണി ഇറങ്ങി പോയിട്ട് എന്റെ ജീവിതത്തിൽ ഒരു സമാധാനം ഉണ്ടായില്ല. ഇന്ന് ഞാൻ മടങ്ങിയൊന്നിരിക്കുന്നുണ്ട്. മനസ്സിലറിയുന്ന ദൈവം ഇന്നത്തെ മെസ്സേജ് എനിക്ക് വേണ്ടിയായിരുന്നു. എന്റെ പേര് ഓർത്തല്ല. 8 വർഷം കഴിഞ്ഞാലും കർത്താവ് പേര് എല്ലാവരുടെയും പേര് ഞാൻ ഓർക്കാറില്ല. ആരെ കണ്ടാലും പേര് മറന്നു. പക്ഷെ ഷീബയെ ഞാൻ ഓർത്തു. വരാപ്പുഴ, ഇപ്പൊ ആലങ്ങാട്. നേരത്തെ വരാപ്പുഴ ആയിരുന്നോ? ഇല്ല, പണ്ട് അവിടെയായിരുന്നു. വരാപ്പുഴ എന്ത് ബിസിനസ് ഉണ്ടായിരുന്നു? മീനോ? മീനിന്റെ ബിസിനസ് ഉണ്ടായിരുന്നു. എത്ര വർഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടെന്നറിയാമോ? നീ ചുമ്മാ പറഞ്ഞതല്ല. That's why I remember. മനുഷ്യൻ എന്ന രീതിയിൽ നമുക്കൊക്കെ പരിധികളുണ്ട്, ഇല്ലേ? ചിലതൊക്കെ മറന്നുപോകും. അപ്പൊ എനിക്ക് ഇത്രയൊക്കെ ചിലതൊക്കെ ചകഞ്ഞെടുക്കാൻ ഓർക്കാനും കഴിയുമെങ്കിൽ സ്വർഗത്തിലെ പിതാവ് ആരെങ്കിലും മറക്കും? ഞാനൊരു കാര്യം ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. ഈ ബ്ലെസ്സിങ് സെന്ററിനകത്ത് ഏതെങ്കിലും ഒരു വർഷം എന്നെങ്കിലും, ഞാൻ പറയാം, ഇവിടെ ഈ 8 കൊല്ലം എന്ന് പറയുമ്പോൾ വലിയ സ്ട്രക്ചർ ഇതൊന്നും വരാത്ത കാലത്ത് ഇവർ വന്നുകൊണ്ടിരുന്നേ, ശരിയല്ലേ? അപ്പോൾ ആദ്യം മുതൽ ഇവിടെ വന്നിട്ടുള്ള സകലരെയും ദൈവത്തിന് അറിയാം. മനസ്സിലാവുന്നുണ്ടോ? നിന്നെ മറന്നു കളയുന്നവനല്ല സ്വർഗത്തിലെ പിതാവ്. എത്ര വർഷം കഴിഞ്ഞാലും കർത്താവ് കാത്തിരിക്കും. എന്തിനു വേണ്ടി? കൈയും വിരിച്ചു പിടിച്ച് ഒരൊറ്റ ആലിംഗനത്തിൽ സകലവും കർത്താവ് തിരിച്ചു കൊണ്ടുപോകും. ഹല്ലേലൂയ. ഒന്നിങ്ങ് മുന്നോട്ട് ഇവിടെ ഒന്ന് നിന്നേ. സഭ മൊത്തം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാം. ഞാൻ ഷിബിയെ കാണുമ്പോൾ ഫുൾ വയറായിരുന്നു. അതേത് കൊച്ചാ? മൂത്തത് ഏതാ? 2 കുഞ്ഞുങ്ങളുണ്ട്. ഹല്ലേലൂയ. എല്ലാവരും എഴുന്നേറ്റ് നിന്നവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചു. കൈനീട്ടി പിടിച്ച് അവരെ അനുഗ്രഹിച്ചു. ആ അധ്യായത്തിൽ 2-3 പ്രാവശ്യം ഇങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്. ആ നാണയം കണ്ടുകിട്ടിയ സമയത്ത് ആ സ്ത്രീ അയൽക്കാരികളെല്ലാം വിളിച്ചു കൂട്ടിയിട്ട്
അവരെല്ലാവരും കൂടി ഭയങ്കര ഒരു സെലിബ്രേഷൻ നടന്നു. ആടിനെ കാണാതെ 100 ആടുള്ള ഒരാൾക്ക് ഒരെണ്ണം കാണാതെ പോയി. എന്ത് സംഭവിച്ചു? 99 ഒരു സ്ഥലത്ത് സുരക്ഷിതമായി വെച്ച് ഒന്നിനെ അന്വേഷിച്ചു പോയി. തിരിച്ചു കിട്ടിയപ്പോൾ എല്ലാവരും വിളിച്ചിട്ട് അവിടെ ഒരു സെലിബ്രേഷൻ നടത്തി. രണ്ടാമത്തെ മകൻ തിരിച്ചു വന്നപ്പോഴും സെലിബ്രേഷൻ നടന്നു. ശരിയാണോ? എന്നിട്ട് അവിടെ എഴുതിയിട്ടുണ്ട്, ഒരാൾ ഭൂമിയിൽ മാനസാന്തരപ്പെടുമ്പോൾ സ്വർഗത്തിലെ സകല ദൂതന്മാരും അതിഭയങ്കരമായി അവിടെ നൃത്തം ചവിട്ടി ആരാധിക്കും. ഞാനൊരു കാര്യം പറയാം, ഷീബയും പൗലോസും ഇവിടെ മടങ്ങി വന്നതുപോലെ ഒത്തിരി പേര് ഇന്ന് കർത്താവിലേക്ക്, പിതാവിലേക്ക് മടങ്ങി വരികയാണ്. അപ്പൊ എത്ര വലിയ ആഘോഷമായിരിക്കും ഇന്ന് സ്വർഗത്തിൽ നടക്കാൻ പോകുന്നത്. ഹല്ലേലൂയ. കർത്താവേ, കുടുംബത്തെ അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. കർത്താവരെ റെസ്റ്റോർ ചെയ്തതിനായി നന്ദി. ഞങ്ങൾ കേട്ട, ഞങ്ങളോട് ഇന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞ സന്ദേശം അനുസരിച്ച് കർത്താവ് എന്തെല്ലാം വേണമോ അതെല്ലാം കർത്താവ് പിതാവ് ഇവർക്ക് തിരികെ കൊടുത്തിരിക്കുകയാൽ നന്ദി പറയുന്നു. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ തന്നെ. വരാപ്പയുടെ അധിപനാരാ? ആലങ്ങാടിന്റെ ആര്? ജോർജ് ബ്രദർ എവിടെ ഉണ്ടോ? ജോർജ് ബ്രദർ ഇവിടെ ഉണ്ടോ? ജോർജ് ആലങ്ങാട്, ഓടിവാ. Brother Sajit and choir, get ready for a celebration. ഇദ്ദേഹത്തെ അറിയാമോ? ഇന്ന് വന്നപ്പോ കണ്ടു, പരിചയപ്പെട്ടു. നല്ല ഇടയൻ. ഹല്ലേലൂയ. കൊണ്ടുപോകോ, ഇനിയും കാണാം. ടീച്ചർ ആയിരുന്നില്ലേ? ഇപ്പൊ ഉണ്ടോ? അസീസിൽ പഠിപ്പിക്കുന്നുണ്ട്, ടീച്ചറാണ്. I think last week the Holy Spirit impressed upon my spirit that there are anointed backsliders in the church. കഴിഞ്ഞ ആഴ്ചയാണ് പരിശുദ്ധാത്മാവിന്റെ അകത്ത് പറഞ്ഞു, അഭിഷേകമുള്ള പിന്മാറ്റക്കാർ സഭയ്ക്കകത്തുണ്ട്. എന്റെ മീനിങ് ഒന്ന് ദഹിച്ചു വരാൻ സമയമെടുക്കും. സമയമെടുത്തോ എന്നാലും മനസ്സിലാക്കാൻ പറ്റുമോ നോക്ക്. There are anointed backsliders in church circles. സഭയ്ക്കകത്ത് അഭിഷേകമുള്ള പിന്മാറ്റക്കാരുണ്ട്. എങ്ങനെയാലും ഒന്ന് പറഞ്ഞു ഫലിപ്പിക്കാം ബ്രോസ്. എന്താണ് അതിന്റെ അർത്ഥം? ബ്രോസ്, അഭിഷേകമുണ്ട്, പക്ഷേ ഹൃദയത്തിൽ നിന്ന് പിതാവുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഇല്ല. അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ ഇന്നങ്ങ് മാനസാന്തരപ്പെട്ടോണം എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ ഞെട്ടി താഴെ വീഴും. ഭയങ്കര അഭിഷേകം, അകത്തെന്തില്ല, പിതാവുമായി ഒരു ബന്ധമില്ല, കർത്താവുമായി ഒരു ബന്ധവുമില്ല. ഇടിവെട്ട് അന്യഭാഷ. ഒരു കാര്യം ഓർക്കണം, പുറത്ത് എന്ത് പ്രകടനവും കാണിക്കാം, പക്ഷേ ദൈവം മുഖമല്ല നോക്കുന്നത്, ഹൃദയമാണ്. Get reconnected in Jesus' name. യേശുവുമായിട്ട് റീകണക്ട് ചെയ്യേണ്ട ദിവസമാണ്. എന്റെ അംബ്രോസ്, ഇന്ന് എന്തോ വലിയ കാര്യങ്ങൾ കർത്താവ് വ്യക്തികളുടെ ജീവിതത്തിൽ ചെയ്യുന്നുണ്ട്. മുഴ മാറുന്നതിനേക്കാൾ, ക്യാൻസർ മാറുന്നതിനേക്കാൾ, നട്ടല് സൗഖ്യമാകുന്നതിനേക്കാൾ, എന്ത് ക്രിയേറ്റീവ് മിറക്കിളിനേക്കാൾ വലിയൊരു കാര്യം പിതാവുമായുള്ള ബന്ധം പുനഃസ്ഥാപിക്കുന്ന ദിവസമാണ് ഇന്ന്.